അഹമ്മദാബാദിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെടുത്ത നിർണായക തീരുമാനം കോൺഗ്രസിന്റെ അടിമുടിയുള്ള മാറ്റത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസിലെ നിർണായകമായ പല തീരുമാനങ്ങളും കോൺഗ്രസിൽ ഒരു നൂതന ഉണർവിലേക്ക് എത്തുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. മാറ്റങ്ങളിൽ പ്രധാനമായും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ഒരു സമയത്ത് ഇത് ശക്തമായി ഉയർന്നു വന്നെങ്കിലും പിന്നീട് ഈ മാറ്റം KPCC അധ്യക്ഷൻ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു നേതൃത്വം. എന്നാൽ മറ്റൊരു പുനഃസംഘടന കോൺഗ്രസിൽ നടക്കുമെന്ന് ധാരണയുമായി. അത് DCC അധ്യക്ഷന്മാരെ മാറ്റുക എന്നതായിരുന്നു. സംസ്ഥാന പദവിയിലിരിക്കുന്ന നേതാക്കന്മാരെ പോലെ തന്നെ ജില്ലാ തലത്തിലെ അധ്യക്ഷന്മാർക്ക് പ്രാധാന്യമേറണമെന്ന സവിശേഷമായ തീരുമാനമായിരുന്നു അത്. DCC അധ്യക്ഷന്മാർ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട മുഖങ്ങളായി മാറണം. അതുവഴി താഴെത്തട്ടിലെ പാർട്ടിയെ വളർത്തുവാനും അതുവഴി പാർട്ടിയുടെ വേരുകൾ ആഴത്തിലാക്കുവാനും അത് പാർട്ടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനും സാധിക്കുമെന്ന് കണക്കുകൂട്ടലിലാണ് DCC അധ്യക്ഷ മാറ്റം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. പേരും പ്രസക്തിയും സംഘടനാ പ്രവർത്തന ശേഷിയുമുള്ള നേതൃത്വം DCC അധ്യക്ഷ സ്ഥാനത്ത് വന്നെങ്കിൽ മാത്രമേ ജനസ്വീകാര്യതയും ജനപിന്തുണയും ശക്തമാകൂ എന്നതിനാലാണ് ദേശീയ നേതൃത്വം ഈ മാറ്റം മുന്നോട്ട് വെച്ചത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് 14 ജില്ലകളിലുള്ള DCC അധ്യക്ഷന്മാരിൽ 5 പേരെ പറ്റി വലിയ മതിപ്പ് നേതൃത്വത്തിനുണ്ട്. അതിനാൽ ആ 5 പേരെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ തീരുമാനം നടപ്പിലാക്കുക എന്നതായിരുന്നു ആദ്യം കോൺഗ്രസിൻ്റെ തീരുമാനത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ മലപ്പുറത്തെ DCC അധ്യക്ഷൻ VS ജോയി ഏറെ സ്വീകാര്യനായതുകൊണ്ട് തന്നെ നിലനിർത്തുന്ന കാര്യത്തിൽ അവിടെ പ്രഥമ പരിഗണന VS ജോയിക്ക് തന്നെയാണ്. സംഘടനാപരമായി ജില്ലാ തലത്തിലെ പ്രവർത്തന മികവ് മുൻനിർത്തി തന്നെയാണ് ഈ പരിഗണന. മറ്റൊന്ന്, എറണാകുളത്തെ DCC അധ്യക്ഷൻ ഷിയാസും കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ അടക്കമുള്ളവർക്ക് വലിയ മതിപ്പ് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്. പല DCC അധ്യക്ഷന്മാരും കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തുന്നില്ല എന്ന നിരീക്ഷണവും നേതൃത്വത്തിനുണ്ട്. ഈ 5 പേരുടെ കാര്യത്തിൽ മാറ്റങ്ങളില്ലാതെ തീരുമാനം വന്നാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പല പടലപ്പിണക്കങ്ങളും ഉയർന്നു വരും എന്നുള്ളത് കൊണ്ട് നേതൃത്വം അതിനും മാറ്റം വരുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ DCCകളിൽ സമൂലമായ മാറ്റം ഉദ്ദേശിച്ച് തൃശ്ശൂർ ഒഴികെ മറ്റ് 13 ജില്ലകളിലും ഈ മാറ്റം കൊണ്ടുവരാനാണ് നേതൃത്വം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. DCCയുടെ മറ്റു ഭാരവാഹികളും, അതായത് വൈസ് പ്രസിഡന്റ് അടക്കം ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ 12 വർഷത്തിലേറെ കാലമായി ആ സ്ഥാനത്ത് തുടരുന്നുണ്ട്. അവരൊക്കെ മാറ്റി യുവാക്കളെയും വനിതകളെയും ജില്ലയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു പുനഃസംഘടനയിലേക്കാണ് കോൺഗ്രസിൻ്റെ നീക്കം. പിന്നീട് ഈ തിരഞ്ഞെടുക്കുന്ന DCC അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരിക്കും ബൂത്തുകളിലെയും മണ്ഡലങ്ങളിലെയും ബ്ലോക്കുകളിലെയും ഒക്കെയുള്ള മറ്റ് നേതാക്കന്മാരെ വിന്യസിപ്പിക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള നേതൃത്വത്തെ തീരുമാനിക്കുന്നത് ഈ DCC അധ്യക്ഷനായിരിക്കും. ഈ മാസം തന്നെ അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഒക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന DCC അധ്യക്ഷന്മാരാകും. എന്നാൽ ഈ DCC അധ്യക്ഷന്മാർക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല. കാരണം DCC അധ്യക്ഷൻ പദവികളിലിരിക്കുന്ന നേതാവിന് സ്വാഭാവികമായും സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സമയം ലഭിക്കില്ല എന്ന് മാത്രമല്ല, സംഘടനാ പ്രവർത്തന തിരക്ക് അവരെ അതിന് അനുവദിക്കില്ല എന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് DCC അധ്യക്ഷന്മാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ മറ്റ് തിരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് നേതൃത്വം നൽകുന്നത്. ഈ DCC അധ്യക്ഷന്മാർക്ക് സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളും പദവികളും നൽകുന്നു എന്നാണ് പുതിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ കൊണ്ടുവരുന്നത്. അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ തന്നെ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പഴുതുപയോഗിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ്. DCC പുനഃസംഘടന ഈ മാസം ഗുജറാത്തിൽ തുടങ്ങി ഹരിയാന വഴിയായിരിക്കും കേരളത്തിലെത്തുക. കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിച്ചൊരു നൂതന ഇന്ത്യയെ പ്രാവർത്തികമാക്കാൻ കോൺഗ്രസ്സിന് ഇന്നത്തെ സാഹചര്യം വഴിയൊരുക്കുമെന്ന ഉറച്ച വിശ്വാസം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2025 കോൺഗ്രസ് പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കി താഴെത്തട്ടിലെ നേതാക്കളിലേക്ക് വിന്യസിപ്പിക്കുന്നതിലൂടെ ഉത്തരവാദിത്തങ്ങൾ അവരിലേക്ക് കൂടി പകർന്നു നൽകുക എന്ന രീതി ഏറെ പ്രയോജനപ്രദമാകുമെന്നതിൽ സംശയമില്ല. കൃത്യമായ ആസൂത്രണം അത് നടപ്പിലായാൽ അടുത്ത ഭരണം കോൺഗ്രസിനാണ് എന്നതിൽ ഒരു തർക്കമില്ലാത്ത കാര്യവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.